NDTVയുടെ വോട്ട് വൈബ് ഇന്ത്യ ഇലക്ഷൻ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചിത്രം എന്താണെന്നാണ് ഈ സർവേ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇതിൻ്റെ കണ്ടെത്തൽ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്, ആശ്വാസജനകവുമാണ്. ഏതാണ്ട് പകുതിയിലേറെ ജനങ്ങൾ LDFൻ്റെ പിണറായി വിജയൻ്റെ ഭരണത്തിൽ അതൃപ്തരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. ആരാകും മുഖ്യമന്ത്രി, ആര് മുഖ്യമന്ത്രിയാകാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ സർവേ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്? ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ഷനിലേക്ക് പോകുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ കാലാവസ്ഥ വിലയിരുത്താനായിട്ടാണ് NDTVയുടെ ഈ വോട്ട് വൈബ് ഇന്ത്യ എന്നുള്ള സർവേ, അതായത് പ്രീപോൾ സർവേ നടന്നത്. ആ പ്രീപോൾ സർവേയിൽ ഇടതു മുന്നണിയുടെ ഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നുള്ളൊരു സൂചനയാണ് പുറത്തു വരുന്നത്. മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളത് വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് മാറാനാണ് സാധ്യതയെന്നുമാണ് സർവേ പറയുന്നത്. നമുക്ക് സർവേയുടെ ആ ഒരു പ്രധാന കണ്ടെത്തലുകളിലേക്ക് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്കതൊന്ന് വിശകലനം ചെയ്യാം. സർവേയുടെ പ്രധാന കണ്ടെത്തലുകൾ എന്ന് പറയുന്നത്, VD സതീശനാണ് കേരളത്തിൽ ഏറ്റവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ നിർദ്ദേശിക്കുന്ന, അതായത് ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള നേതാവ്. അദ്ദേഹത്തിന് 22.4% ജനങ്ങളുടെ പിന്തുണയുണ്ട്. രണ്ടാം സ്ഥാനത്ത് പിണറായി വിജയൻ തന്നെ ഉണ്ട്, 18% പിന്തുണയുമായിട്ട്. അത്ര പിറകിലൊന്നും അല്ല പിണറായി വിജയൻ. മൂന്നാം സ്ഥാനത്ത് KK ശൈലജ 16.7. രാജീവ് ചന്ദ്രശേഖറിന് ഏതാണ്ട് 14.7% ജനങ്ങളുടെ പിന്തുണയുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ശശി തരൂറിന് 9.8% ജനപിന്തുണ. ഇനി നമുക്ക് മുന്നണികളുടെ ഒരു തൽക്കാലത്തെ ജനപിന്തുണ എന്ന് നോക്കാം. അത് UDFന് 32.7, LDFന് 29.3, NDA ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAക്ക് 19.8. ഇതുവരെയും ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടില്ലാത്ത ആൾക്കാർ 15% ഉണ്ട്. മറക്കണ്ടാതെ. ഇതിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഈ LDF ഭരണം മോശമാണെന്ന് വിലയിരുത്തുന്നത് 52% ആൾക്കാരാണെന്നും LDFന്റെ ഭരണം നല്ലതാണ് എന്ന് പൂർണ്ണമായിട്ട് ഉറച്ച വിശ്വാസമുള്ളവരെ വെറും 23.8%. ഇനി കോൺഗ്രസ്സുകാർ പേടിക്കേണ്ട ഒരു ഘടകവും കൂടി ഇതിൽ പറയുന്നുണ്ട്. അതായത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് ഇതെല്ലാ സമവാക്യങ്ങളെയും തെറ്റിക്കുമെന്ന് വിശ്വസിക്കുന്നവർ 42% ആൾക്കാർ. അപ്പോ സംഭവം ഐക്യമുന്നണിക്ക് അനുകൂലമാണ് ജനങ്ങളുടെ ഒരു മൂഡ്. പക്ഷേ അതേസമയം തന്നെ ഈ ഗ്രൂപ്പ് വഴക്കിൽ ഇതെല്ലാം ധിംതരികിടതവും എന്ന് പറഞ്ഞ് തലകുത്തി മറിയാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ ഒരു ജനപിന്തുണയെക്കുറിച്ചുള്ള കണ്ടെത്തലുകളൊന്ന് പരിശോധിക്കാം. നിശ്ചയമായിട്ടും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ ഭരണത്തിന്റെ ആ ഭരണത്തിന്റെ ദോഷങ്ങളുടെ ഗുണഭോക്താവായിട്ട് വരാൻ പോകുന്നത് VD സതീശൻ തന്നെയാണ്. അദ്ദേഹത്തിന് 22.4, ഏതാണ്ട് 22.5% ജനപിന്തുണയുണ്ട്. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു അത്ഭുതം, പിണറായി വിജയന് 18% ജനപിന്തുണയുണ്ട്. അതായത് സതീശനും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം വെറും 4.5%. 15%, കുറെ പേര് എന്തായാലും ഈ വോട്ട് ആർക്ക് ചെയ്യണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ലാത്തവരുണ്ട്. 15%-ഓളം ആൾക്കാർ അത്തരത്തിലുണ്ട്. അപ്പോൾ സതീശന്റെ ഈ ജനപിന്തുണ പിന്നെ പിണറായിക്ക് എതിരായിട്ടുള്ള ഒരു ജനവികാരത്തിന്റെ പ്രതിഫലനമാണെങ്കിൽ, ഇവിടെ ഒരു വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമുണ്ട്. പിണറായിക്ക് ഇപ്പോഴും ഇത്രയല്ല, അതായത് 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചു. അഴിമതി ആരോപണങ്ങളുടെ ഒരു പെരുമഴക്കാലം അല്ലെങ്കിൽ ഒരു പ്രളയകാലമായിരുന്നു. ആദ്യ പിണറായി സർക്കാരിലെ കള്ളക്കടത്ത് തൊട്ട് ശബരിമലയിലെ ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്ത്, മൊത്തത്തിൽ സ്വർണത്തിലാണ്. പക്ഷെ ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ അത്രയ്ക്ക് അങ്ങോട്ട് പിണറായിയെ വെറുക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല. അപ്പൊ പിണറായിയുടെ കയ്യിൽ പിണറായിയിലെ എന്തോ ഒരു ഘടകത്തിനെ
ഇപ്പോഴും ജനങ്ങളിലെ ഒരു ചെറിയ ഒരു വിഭാഗം 18% ജനപിന്തുണ മോശം പിന്തുണയല്ല. ഇദ്ദേഹത്തിന്റെ ജനപിന്തുണ സിംഗിൾ ഡിജിറ്റിലേക്ക് താഴോട്ട് പോയിരുന്നെങ്കിൽ പിണറായി വിജയന്റെ ഒരു കഷ്ടകാലമായിരുന്നേനെ അത്. പക്ഷെ ഇപ്പോഴും ഈ ശത്രുതയ്ക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇടയ്ക്കും പിണറായി ക്യാപ്റ്റനാണെന്നും പിണറായി കാരണഭൂതനാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഒരുപക്ഷെ എന്നിരുന്നാലും ശരി, അത് തള്ളിക്കളയാൻ പറ്റില്ല. അതായത് പിണറായിക്ക് ഇപ്പോഴും ഒന്ന് ആഞ്ഞു പിടിക്കാം. ഇനിയും ഈ പിണറായി സർക്കാരിന് ഒരു അംഗത്തിന് ബാല്യമുണ്ട്. അതാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വിഷയം, ഈ സർവേ പ്രകാരമാണ് ഞാൻ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് ഏതാണ്ട് 14.7% ജനപിന്തുണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ, രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി കേരളത്തിലെ ഒരു നമ്മളിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ എത്തുമ്പോൾ ഇദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ പരിസ്ഥിതിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ആള്, ഒരു വ്യവസായി എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന ആള്, അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ രാജ്യസഭ MP ആയ ആൾ, ഇതുവരെ ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ലാത്ത ആൾ. പക്ഷെ പുള്ളിയുടെ പ്രകടനം മോശമല്ലായിരുന്നു തിരുവനന്തപുരത്ത്. അത് പലരും ശ്രദ്ധിച്ചില്ല. അതായത് തിരുവനന്തപുരത്ത് ഈ BJPയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3,40,000 വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് പറ്റിയെന്നുള്ളത് അത് വലിയ മുന്നേറ്റമായിരുന്നു. കാരണം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു 3.5 ലക്ഷം വോട്ട് പിടിച്ചാൽ മതി ജയിക്കാം. അതാണ് അവിടെ കാലാകാലങ്ങളായിട്ട് കാണുന്നത്. വെറും 8,000 വോട്ടിനാണ് തോൽപ്പിച്ചത്. ഒരു മാസത്തെ പ്രചാരണം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ, ഞാനത് അദ്ദേഹത്തിന്റെ ഒരു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ ആ രീതിയിലുള്ള ഒരു നേതാവാണ്. പക്ഷെ എവിടെയോ ഒരുപക്ഷെ BJPയുടെ വളർച്ചയുടെ നേട്ടം അയാൾക്ക് കിട്ടുന്നതായിരിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തന ശൈലി, ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ കാണാത്ത അദ്ദേഹത്തിന് ഉണ്ടാവാം. എന്നിരുന്നാലും ശരി, മോശമല്ലാത്ത ഒരു പിന്തുണ രാജീവ് ചന്ദ്രശേഖർ. ശശി തരൂര് കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അപ്പുറത്തിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയും ഇതിലുണ്ട്. വെറും 10% താഴെയാണ് അദ്ദേഹത്തിന്റെ ജനപിന്തുണ. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണവിരുദ്ധ വികാരങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ജനസ്വാധീനത്തിന് ആക്കം കൂട്ടി. ഭരണവിരുദ്ധ വികാരം ആണ് അദ്ദേഹത്തിന്റെ ഒരു ജനപ്രീതിയെ മുകളിലേക്ക് കൊണ്ടുവന്നു എന്ന് വേണം നമ്മൾ കരുതണം. ഇതൊക്കെ ഒരു കേരളത്തിൽ പക്ഷേ എന്തായാലും ശരി, UDF നല്ല രീതിയിൽ ഒരുമിച്ച് നിന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അടുത്ത ഭരണം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു ഇലക്ഷന്റെ പ്രീ പോൾ സർവേ ഇപ്പോൾ പുറത്തുവിടുന്ന ഫലം. ഇനി നമുക്ക് മറ്റൊരു കാര്യം ഞാൻ പറയാം. അതായത് ഈ സർവേ പ്രകാരം കോൺഗ്രസിലെ തമ്മിലടി ഇതിനെയെല്ലാം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നൊരു പേടി 44% ജനങ്ങൾ ആ ഭയം പങ്കുവെക്കുന്നു. അപ്പോ അത് വല്ലാത്ത ഒരു പ്രതിസന്ധി ആയിരിക്കും കോൺഗ്രസിന് സൃഷ്ടിക്കുക. ഈ 44% ഏതാണ്ട് കോൺഗ്രസിലെ, എനിക്ക് തോന്നുന്നത് ഈ 44% എന്ന് പറഞ്ഞാൽ മൊത്തം വോട്ടർമാരാണ്. കോൺഗ്രസ് അനുഭാവികളായ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോൾ വിചാരിക്കുന്നത് ശരിക്കും കോൺഗ്രസ് തമ്മിത്തല്ലി ഈ സാധ്യത നഷ്ടപ്പെടുത്തും എന്ന് തന്നെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഈ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലുള്ള ചില ഈ മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയും. അതിൻ്റെ പിന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അല്ലെങ്കിൽ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ, ഇവരുടെയൊക്കെ പേര് ഇതിനകത്തിൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം നമ്മൾ ആവശ്യമില്ലാതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ട. പക്ഷേ ഇത്തരം പ്രവൃത്തികൾ പലയിടത്തും നടക്കുന്നതായിട്ട് ചില സൂചനകൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുക. അപ്പോൾ കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വൻ തർക്കങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി മറുഭാഗത്ത്
ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഒക്കെ കൂടെ ചേർന്നിട്ട് നടത്തുന്ന ആ, ചില ആ, എന്താണ് രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ ആ, രീതിയിൽ കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെയുള്ള ചിലരുടെ ഇടപെടലുകളുടെ ബലമാണെന്നും ആ, ചില അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന് സാധ്യത ഉണ്ടായി എന്ന് കണ്ടപ്പോൾ തന്നെ കോൺഗ്രസിലെ ആ, അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പച്ചയായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് പിന്നെ ഇതുവരെ ഭക്ഷണം കിട്ടാതെ കിടന്ന, അധികാരമില്ലാതെ കിടന്ന ഒരു വിഭാഗം ആൾക്കാര് ദൂരെ നിന്ന് ഒരാൾ ഭക്ഷണം കൊണ്ടുവരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിന് പിടിക്കുകയും ചിലരെയൊക്കെ തള്ളി താഴെ ഇടുകയും മറ്റു ചിലരെ തൊഴിച്ച് താഴെ ഇടുകയും ഒക്കെ ചെയ്ത് എനിക്ക് മാത്രമുള്ള ഭക്ഷണമാണെന്നുള്ള രീതിയിൽ ചില ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ കോൺഗ്രസ് അവസാന നിമിഷം ഈ പഠിക്കൽ കൊണ്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അധികാരമില്ലാത്തതിന്റെ ഒരു വെപ്രാളം, പലപ്പോഴും ധനമില്ലാത്തതിന്റെ ഒരു പ്രതിസന്ധി, ഇതൊക്കെ കൂടെ ബാധിച്ച കോൺഗ്രസ് നേതാക്കന്മാര് ഈ അവസരം മുഴുവൻ കളഞ്ഞു കുളിക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയണ്ട. പിന്നെ ഇവര് ഈ സർവേ പ്രകാരം ബി ജെ പിക്ക് ഏതാണ്ട് 19.5, എൻ ഡി എക്ക് 19.7% വോട്ടെന്ന് പറയുന്നത്, അവർ കുറച്ച് മണ്ഡലത്തിലെങ്കിലും സി പി എമ്മിനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, മറിച്ച് വോട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ മാറാം. അതായത് ഈ സർവേ കണ്ടിട്ട് ഈ കട്ടിൽ കണ്ട അങ്ങനെ അങ്ങ് പനിക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇത് കോൺഗ്രസിനുള്ള സാധ്യതകളെ പോലെ തന്നെ കോൺഗ്രസിന്റെ സാധ്യത ഇല്ലായ്മകളെയും വളരെ വ്യക്തമായിട്ട് ഈ സർവേ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാത്തവര്, ഈ പറയുന്ന കോൺഗ്രസിന്റെ ഉള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു കൊടുങ്കാറ്റായി മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവർ പരസ്യമായിട്ട് പരസ്പരം കാലുവാരാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവര് വീണ്ടും ഇടതുമുന്നണിക്കോ ബി ജെ പിക്കോ വോട്ട് ചെയ്യും. കാരണം കോൺഗ്രസിന്റെ ഈ തമ്മിത്തല്ല അവർ സഹിക്കില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ അയാളോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നത് മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് പോലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഒരു മൗനാനുവാദം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിലിനെതിരെ പോലും ഒരു കേസ് വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ഇവന്മാരൊക്കെ എങ്ങനെയെങ്കിലും അകത്ത് പോട്ടെ, ഞങ്ങള് പിന്നെ ഞങ്ങൾക്ക് ഇത് തന്നെ അവസരം എന്ന് ചിന്തിക്കുന്നോ എന്ന് ഒരാൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതായത് ഈ ഭരണത്തിന്റെ ഒരു കാറ്റ്, ഒരു മണം ഇങ്ങോട്ട് വന്നു ഇവിടെ പിച്ചാത്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട് കുറെ കോൺഗ്രസ്സുകാർ. അങ്ങനാണെങ്കിൽ ഇതെല്ലാം ഇപ്രാവശ്യം തോറ്റുപോയാൽ ഞാൻ ഉറപ്പ് പറയുന്നു, പിന്നെ ഇതിന്റെ പൊടി പോലും കേരളത്തിൽ കാണില്ല. ജയിച്ചാലും അത്ര വലിയ നിലനിൽപ്പിന് അത്ര വലിയ എളുപ്പമൊന്നുമല്ല. വർഗീയ ജാതി ശക്തികളൊക്കെ കൂടെ തന്നെ കോൺഗ്രസിന്റെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. തൽക്കാലം കോൺഗ്രസിന് അനുകൂലമാണ്, സതീശനാണ് ഇപ്പോഴത്തെ താരം. പക്ഷേ ഇതൊക്കെ നിമിഷത്തിനുള്ളിൽ മാറി മറിയാവുന്നതേ ഉള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് സമീപിക്കാം. കൂടുതൽ വിശകലനങ്ങളും അപ്പോൾ നമുക്ക് നൽകാം. താങ്ക് യു.